ഹായ് ഹലോ. വിഷു ഈദ് റിലീസുകളായിട്ട് 3 പടങ്ങളാണ് ആക്ച്വലി ഇപ്പം മലയാളത്തിൽ ഇറങ്ങിയിരുന്നത്. ഇന്നലെ 11-ാം തീയതി. വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയ് ഗണേശ് 3 പടവും കണ്ടായിരുന്നു. മൂന്നിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർക്ക് കാണാം. ഓക്കെ, ഇതിന്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ പറയുവാണെങ്കിൽ ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം ഏത് തരം ഓഡിയൻസിനും കാണാൻ പറ്റും. ഫാമിലിക്കും കാണാൻ പറ്റും, യൂത്തിനും കാണാൻ പറ്റും, പിള്ളേർക്കും കാണാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് കുറച്ചും കൂടെ വർക്കായത് വർഷങ്ങൾക്ക് ശേഷമാണ്. ആവേശം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ യൂത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് തിയേറ്ററിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു പടമാണ് ആവേശം. ജയ് ഗണേശ് പറയുവാണെങ്കിൽ ഫാമിലിക്കാണേലും പിള്ളേർക്കാണേലും ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി ധ്യാനും പ്രണവും കൂടെ പെർഫോമൻസ് കൊണ്ട് ക്ലാസ് ആക്കിയപ്പോൾ നിവിൻ പോളി വന്ന് അഴിഞ്ഞാടി. ആവേശം അതുപോലെ തന്നെ ഫഹദ് ഫുള്ള് ഓൺ ഫയർ. ഫഹദ് ഭയങ്കര ആർമാദിച്ചങ്ങ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത് ആവേശത്തില്. ജയ് ഗണേശിലാണെങ്കിൽ ഉണ്ണി വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ണി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ക്യാരക്ടറിന് വേണ്ടി. പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഇതിന് ആക്ച്വലി ഒരു 1, 2, 3 അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. സെക്കൻഡ് ആവേശം, തേർഡ് ജയ് ഗണേശ്, അങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ മലയാള സിനിമയിൽ നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഈ ഫെബ്രുവരി തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു 2024 ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഈ ഒരു ഇയർ ആണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതുപോലുള്ള ഹിറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പടങ്ങളും അതിന്റെ പിന്തുടർച്ചക്കാരാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടങ്ങളും കളക്ഷൻ റെക്കോർഡ് ഇടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം പടം ഭയങ്കര രസമുള്ള പടങ്ങളാണ് മൂന്നും. ഓഡിയൻസിന് വേണ്ട എല്ലാ എലമെന്റ്സും ഉള്ള പടമാണ്. ഓഡിയൻസിന് ഈ ഒരു വെക്കേഷൻ ടൈം അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം ഒരു എക്സ്റ്റൻഡഡ് വീക്കെൻഡ് പോലെയാണ് ഇപ്പം. അപ്പൊ അത് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. നിങ്ങൾ ഈ 3 പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്നുള്ളത് കമന്റ് ചെയ്യുക. മഞ്ഞുമൽ ബോയ്സിനും പ്രേമലുവിനും ആടുജീവിതത്തിനും ശേഷം കൂടുതൽ 100 കോടി ചിത്രങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇൻഡസ്ട്രി മാറട്ടെ, ഇൻഡസ്ട്രി വളരട്ടെ. ഇപ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ് മലയാളം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്